Hello students, welcome to Defense for Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 4/5 പ്ലസ് സീക്ക് ഇൻവേഴ്സ് 4/5 മൈനസ് 5/2? ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ തന്നെ അറിയാം സൈനും കൊസീക്കും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, കോസും സീക്കും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്നൊക്കെ അല്ലേ. അപ്പോൾ ഇൻവേഴ്സിലും നമ്മൾ ആ റിലേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഫോർമുല ഉണ്ട്, നമുക്ക് നേരെ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. നേരെ തിരിച്ചും നമുക്കിത് പറയാം, എന്താ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ് ഇൻവേഴ്സ് ഓഫ് 1/x. ഇതുപോലെ തന്നെയാണ് സൈനും കൊസീക്കും തമ്മിലുള്ളതും, അതുപോലെ തന്നെ ടാനും കോട്ടും തമ്മിലൊക്കെ ഈ ഒരു ടൈപ്പ് റിലേഷൻ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് 5/4. 5/4നെ നമ്മൾ കോസ് ഇൻവേഴ്സിൻ്റെ ടേമിലാക്കുകയാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോൾ നേരെ റെസിപ്രോക്കൽ എടുക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് 5/4ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, 4/5 അല്ലേ. അപ്പോൾ നമുക്ക് സീക്ക് ഇൻവേഴ്സ് ഓഫ് 5/4നെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫോർമുലയിലേക്ക് വരാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5 പ്ലസ് സീക്ക് ഇൻവേഴ്സ് 5/4നെ നമ്മൾ കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് എഴുതി മൈനസ് 5/2. ഇനി ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ട്രിഗ്നോമെട്രിയിൽ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്, 1 ആണ് അല്ലേ. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5/2 ആണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5/2 ആണ്. സോ നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 4/5. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, യെസ് 5/2 എന്ന് എഴുതാം. കാരണം എക്സ് രണ്ടും സെയിം അല്ലേ. 5/2 മൈനസ് 5/2, 5/2 മൈനസ് 5/2 0 വിൽ ബി ദി ആൻസർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിലാണ് 0. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു കൺസെപ്റ്റൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ടാൻ ഇൻവേഴ്സ് 1/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു? ഇത് ഒരു ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ, ഇത് ഹോൾ ആണ് ഈ ബ്രാക്കറ്റ്. ഇതാണ് നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല. ഇവിടെ നമുക്ക് എക്സിനും വൈക്കും പകരം ആരൊക്കെ എടുക്കണം, 1/4 ആൻഡ് 3/5. ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 1/4 പ്ലസ് 3/5 ഡിവൈഡ് ബൈ 1 മൈനസ് 1/4 ഇൻറ്റു 3/5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്ററിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5 പ്ലസ് 3 അല്ല, 3 × 4 12 ആണ്. 5 പ്ലസ് 12/20 ഡിവൈഡ് ബൈ 1 മൈനസ് 3/20. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് 12 പ്ലസ് 5 17/20 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലോ 20 × 1 20, 20 മൈനസ് 3 17/20, അഗെയിൻ 17/20. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് കിട്ടും അല്ലേ. 17/20 ക്യാൻസൽ ആയി ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടും. ഇനി ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കത് കാണില്ല, കാരണം ടാൻ ഇൻവേഴ്സ് 1 എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1 ആവുക, ദാറ്റ് ഇസ് 5/4 ആകുമ്പോൾ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ 5/4 ആണ്. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് 1 ഇസ് ഈക്വൽ ടു 5/4. ഇതുപോലെയാണ്. ജസ്റ്റ് ഈ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. തേർഡ് ക്വസ്റ്റൻ ആണ്, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ലൈസ് ഇൻ ദ ഇൻ്റർവൽ. ഇതൊരു കൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്ക് കൂടുതലൊന്നും ചെയ്ത് നോക്കാനില്ല. നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ആണ്. ഇതിൻ്റെ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസ്, അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എപ്പോഴും ക്ലോസ് ഇൻ്റർവൽ -π/2ൻ്റെയും ക്ലോസ് ഇൻ്റർവൽ π/2ൻ്റെയും ഇടയ്ക്കാണ്. അതായത് ഈ വാല്യൂസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ക്ലോസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ -π/2 to π/2 ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഇത് എല്ലാത്തിനെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും അങ്ങനെ ഓരോന്നിനും പെർട്ടിക്കുലർലി റേഞ്ചസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ +2 പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതാണ് ആൻസർ, -π/2, π/2 ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്താ ആദ്യം അറിയേണ്ടത്, റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ കുറച്ച് മുന്നത്തെ ക്വസ്റ്റിൽ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്താണ്, -π/2ൻ്റെയും π/2ൻ്റെയും ഇടയ്ക്കാണ് സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2π/3നെ നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. അതായത് സൈൻ 2π/3നെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ
പൈ മൈനസ് പൈ ബൈ 3 എന്ന് എഴുതാം അല്ലേ. ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതുന്നത്? കാരണം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വാല്യൂ കിട്ടണം. സൈൻ പൈ മൈനസ് പൈ ബൈ 3. അപ്പോൾ സൈൻ പൈ മൈനസ് തീറ്റയുടെ വാല്യൂ എന്താ? സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? സൈൻ 2 പൈ ബൈ 3 എന്ന് പറയുന്നത് സൈൻ പൈ മൈനസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി. അപ്പോൾ സൈൻ തീറ്റയാണ് ആൻസർ. സൈൻ പൈ ബൈ 3 എന്ന് കിട്ടും. അതായത് സൈൻ 2 പൈ ബൈ 3 ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 3. ഇനി നമ്മൾക്ക് ഇവിടെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് സൈൻ 2 പൈ ബൈ 3 നമുക്ക് എന്ത് എഴുതാം? സൈൻ പൈ ബൈ 3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സും സൈനും അടുത്തടുത്ത് വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ആൻസർ വിൽ ബി പൈ ബൈ 3. വെറും പൈ ബൈ 3 ആണ് ആൻസർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനെങ്ങനെ ആക്കിയത്? കാരണം ഇതിൻ്റെ ഇടയ്ക്കാണ് വാല്യൂ വരേണ്ടത്. മൈനസ് പൈ ബൈ 2ൻ്റെയും പൈ ബൈ 2ൻ്റെയും ഇടയ്ക്കാണ് സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ വരേണ്ടത്. നമുക്കിത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 2 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ ഔട്ട്സൈഡ് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്ന ആ ഒരു ജനറൽ ഫോമുല നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വേണം ഈ ടൈപ്പ് പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ tan ഇൻവേഴ്സ് 1 plus x plus tan ഇൻവേഴ്സ് 1 minus x is equal to pi by 2 is satisfied by. എക്സിൻ്റെ ഏത് വാല്യൂസിനാണ് ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കണം അല്ലേ. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഏത് ഫോമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് വൈ അല്ലേ. ആ ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫോമുല നമുക്കറിയാം. tan ഇൻവേഴ്സ് ഓഫ് എന്താണ് ഫോമുല? എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് നമ്മൾ 1 മൈനസ് എക്സ് എന്നും 1 പ്ലസ് എക്സ് എന്നും വൈക്ക് പകരം 1 മൈനസ് എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുമുണ്ട് പൈ ബൈ 2 ആണെന്ന്. സോ tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് അല്ലേ. ഇനി എന്ത് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്ററിൽ എന്തൊക്കെ ക്യാൻസൽ ആവും? പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായി. പിന്നെ ബാക്കി അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 2 ഡിവൈഡ് ബൈ 1 മൈനസ് ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം. ബ്രാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൈനൊക്കെ തെറ്റിപ്പോവും. 1 മൈനസ് 1 സ്ക്വയർ 1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയി മാറും. പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് 2 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് പൈ ബൈ 2 ആൻസർ ആയിട്ട് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൈ ബൈ 2 എന്ന് എഴുതുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു tan പൈ ബൈ 2 എന്ന് എഴുതാം. tan ഇൻവേഴ്സ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ tan പൈ ബൈ 2 ആവും. ഇനി എന്ത് ചെയ്യാം? നമുക്കിനി 2 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു tan പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ സൈൻ പൈ ബൈ 2 ബൈ കോസ് പൈ ബൈ 2 എന്ന് എഴുതി കൂടെ ടാനിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. ഇനി നമുക്ക് ജസ്റ്റ് വാല്യൂസ് ഇക്വേറ്റ് ചെയ്താൽ മതി. 2 ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2യുടെ വാല്യൂ എന്താണ്? 1 ആണ്. കോസ് പൈ ബൈ 2 0. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം ഇത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മളിവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 0 ഇൻറ്റു 2 0 ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനാണ് ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസർ കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ വാല്യൂ ഓഫ് tan ഓഫ് 2 tan ഇൻവേഴ്സ് 1/5 മൈനസ് പൈ ബൈ 4. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് tan ഓഫ് 2 tan ഇൻവേഴ്സ് 1/5 മൈനസ് പൈ ബൈ 4 അല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോമുലയുണ്ട് 2 tan ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇതുപോലെ ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോമുല എന്താണെന്ന് വെച്ചാൽ ഇതിനെ tan ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഈ 2 tan ഇൻവേഴ്സ് 1/5നെ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻസ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. tan ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിന് പകരം ഇവിടെ എന്താണ്? 1/5 ആണ്. ഡിവൈഡ് ബൈ 1 മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് അവിടെ 2/5 ആണ്. ഡിവൈഡ് ബൈ 1 മൈനസ് 1/25 അല്ലേ. 5 സ്ക്വയർ 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2/5 ബൈ 25 മൈനസ് 1 24/25. ഇനി എന്ത് ചെയ്യണം? റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കലൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഡിവൈഡ് ചെയ്യാൻ. 2/5 ഇൻറ്റു 25/24 എന്ന് വരും. റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ. അപ്പോൾ 5ഉം 25ഉം ക്യാൻസലായി. ഇവിടെ 5 കിട്ടും. ആൻഡ് ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും? 12 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 5/12 എന്ന് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ടേമിനെയാണ് എങ്ങനെ എഴുതിയത്? tan ഇൻവേഴ്സ് ഓഫ് 5/12 എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട്, മൈനസ് പൈ ബൈ 4.
അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ എന്തായി, ക്വസ്റ്റ്യൻ എന്തായി, tan ഇൻവേഴ്സ് 5/12 മൈനസ് 5/4 ഈ ഒരു ഫോമുല ആയില്ലേ നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം, ഈ ടാനിനെ നമുക്ക് രണ്ട് സൈഡിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും, tan ഇൻവേഴ്സ് 5/12 എന്നും വരും, അത് മൈനസ് tan of π/4. ഇങ്ങനെയായി നമുക്ക് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ tan of x മൈനസ് tan of y എന്നുള്ള ഫോമുലായില്ലേ. നമ്മൾ ട്രിഗ്നോമെട്രി ഒന്ന് ഓർത്തെടുക്കണം. tan of x മൈനസ് y എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്, tan x മൈനസ് tan y ബൈ 1 പ്ലസ് tan x tan y അല്ലേ. ഈ ഫോമുലയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ടാനിൻ്റെ ഫോംസിലായി. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഈ ഒരു ഫോമുല വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും, tan ഇൻവേഴ്സ് 5/12 ഇതാണ് നമ്മൾ tan xന് പകരം എഴുതേണ്ടത്, മൈനസ് tan yക്ക് പകരം tan π/4 ഡിവൈഡ് ബൈ 1 പ്ലസ് tan ഇൻവേഴ്സ് 5/12 ഇൻറ്റു tan π/4. ഇനി ഇതാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇത് എന്ത് വരും, tan ഇൻവേഴ്സ് 5/12 എന്ന് പറയുമ്പോൾ ടാനും tan ഇൻവേഴ്സും കൂടി ക്യാൻസൽ ആയി 5/12 മാത്രമേ അവിടെ ഉള്ളൂ, മൈനസ് tan π/4ൻ്റെ വാല്യൂ 1 ആണ്, ഡിവൈഡ് ബൈ 1 പ്ലസ് അഗെയിൻ tan ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതും ക്യാൻസൽ ആയിട്ട് 5/12 ഇൻറ്റു tan π/4ൻ്റെ വാല്യൂ 5/12 ഇൻറ്റു 1 എന്ന് എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, 5 മൈനസ് 12/12 എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 1 പ്ലസ് 5/12. ഇനി എന്ത് വരും, 5 മൈനസ് 12 എന്ന് പറയുമ്പോൾ മൈനസ് 7/12 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 1 12 പ്ലസ് 5 17/12 എന്ന് വരും. 12ഉം 12ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, മൈനസ് 7/17. അതായത് ഡിനോമിനേറ്ററിൽ ഈ 12ഉം ഈ 12ഉം ക്യാൻസൽ ആവും. അങ്ങനെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 7/17 ആണ്, വിച്ച് ഇസ് ഓപ്ഷൻ എ. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 ഇസ് ഈക്വൽ ടു. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സൈൻ ഇൻവേഴ്സിൻ്റെ രണ്ടും സൈൻ ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോമുലാസ് അറിയണം, അല്ലെങ്കിൽ രണ്ടിനെയും ടാൻ ഇൻവേഴ്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോമുല അറിയണം. നമുക്കിപ്പോൾ മെയിനായിട്ട് അറിയാവുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോമുലയാണല്ലേ. അപ്പോൾ ഈ പെർട്ടിക്കുലർ ടേം, അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, ടാൻ ഇൻവേഴ്സിൻ്റെ ടേമിലേക്ക് മാറ്റണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല ഇതാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഫോമുല യൂസ് ചെയ്താൽ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിനെ ടാൻ ഇൻവേഴ്സിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 എന്തായി മാറും, സൈൻ ഇൻവേഴ്സ് 3/5 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ, എക്സ് എന്ന് പറയുന്നത് ഇവിടെ 3/5 ആണ്, 3/5 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 3/5 ദി ഹോൾ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് 3/5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 9/25 അല്ലേ. 1 മൈനസ് 9/25നെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 16/25 എന്നാണ് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/5 ബൈ ഇതിൻ്റെ റൂട്ട് എടുത്ത് എന്താ വരും, റൂട്ട് ഓഫ് 16/25 എന്ന് പറഞ്ഞാൽ 4/5 അല്ലേ. ഇതാണ് വരിക. ഡിനോമിനേറ്റേഴ്സ് രണ്ടും നമുക്ക് 5 ആയത് കാരണം ക്യാൻസൽ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. അങ്ങനെ നമ്മൾ അതിനെ മാറ്റി ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 എന്നാക്കി. ആരെ, സൈൻ ഇൻവേഴ്സ് 3/5നെ. ഇനി കാൽക്കുലേഷൻ ഈസി ആയില്ലേ. ഇപ്പം നമ്മുടെ ഫോം എന്തായി, ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. ഇവിടെ ജസ്റ്റ് നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോമുല യൂസ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഇസ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നമ്മൾ കുറേ യൂസ് ചെയ്തു. എന്തായിരുന്നു ആ ഫോമുല, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ആ ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ 3/4 പ്ലസ് 1/7 ബൈ, ഇതൊക്കെ ഒരു ബ്രാക്കറ്റിലാണ്, 1 മൈനസ് എക്സ് വൈ, 1 മൈനസ് 3/4 ഇൻറ്റു 1/7. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് 1/7 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 7 ഇൻറ്റു 3 21 പ്ലസ് 4 ഇൻറ്റു 1 4 ബൈ 4 ഇൻറ്റു 7 28 ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് 3 ഇൻറ്റു 1 3 ബൈ 28. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 21 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 25/28 ഡിവൈഡ് ബൈ 1 മൈനസ് 3/8, 28 മൈനസ് 3 അഗെയിൻ 25/28 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറും, π/4 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ വിൽ ബി π/4. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് സൈൻ ഇൻവേഴ്സ് 4/5.
ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, രണ്ടും സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിലാണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരൊറ്റ ഫോമുല അറിഞ്ഞാൽ മതി. രണ്ടും സൈൻ ഇൻവേഴ്സിൻ്റെ ഫോം ആണെങ്കിൽ എങ്ങനെ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ, ഈ ഒരു ഫോമുലല്ലേ ഇത് കിടക്കുന്നത്. ഇതിനൊരു പെർട്ടിക്കുലർ ഫോമുല ഉണ്ട്, ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഫോമുല. രണ്ടും സൈൻ ഇൻവേഴ്സിൻ്റെ ടേംസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നേരെ ഒന്ന് റിവേഴ്സ് ഇത് ചെയ്യാം. അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സൈൻ ഇൻവേഴ്സ് ഇവിടെ എക്സും വൈ നമുക്കറിയാലോ, 3/5 4/5 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 3/5 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് വൈ സ്ക്വയർ 4/5ൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് 16/25 എഴുതാം അല്ലേ. പ്ലസ് അടുത്ത എന്തായിരിക്കും, y 4/5 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ 3/5ൻ്റെ സ്ക്വയർ എന്താണ് 9/25. ഇതിനൊന്ന് സോൾവ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 റൂട്ടിനുള്ളിൽ നിന്ന് സോൾവ് ചെയ്ത് നോക്കൂ, എന്ത് വരും, റൂട്ട് ഓഫ് 25 മൈനസ് 16 9/25 വരും. പ്ലസ് 4/5 ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടെയും 25 മൈനസ് 9 16/25 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 ഇൻറ്റു റൂട്ട് ഓഫ് 9/25 എന്താണ് 3/5 തന്നെയാണ് അല്ലേ. 3/5 പ്ലസ് 4/5 ഇൻറ്റു എന്ത് വരും, റൂട്ട് ഓഫ് 16/25 എന്ന് പറയുമ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 16ൻ്റെ റൂട്ട് 4 ആണ്, 25ൻ്റെ റൂട്ട് 5 ആണ്. എഗെയിൻ ഈ വാല്യൂ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 9/25 പ്ലസ് 16/25 എന്നായി. ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, 9 പ്ലസ് 16 ചെയ്യുമ്പോൾ 25 ആണ്, 25/25 ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് എഴുതാം അല്ലേ. സൈൻ ഇൻവേഴ്സ് 1 എന്താണ്, സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എപ്പോഴാണ് സൈൻ 1 ആവുന്നത്, π/2 വാല്യൂവിൽ അല്ലേ. π/2 ആംഗിളിലാണ് സൈൻ്റെ വാല്യൂ 1 ആയിട്ട് വരുന്നത്. സോ π/2 ആണ് ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായും ചോദിച്ചു കണ്ടത്. ഇതെല്ലാം പ്രീവിയസ് ഇയറിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക. ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോമുലാസ്, ഒരുപാട് ഫോമുലാസ് വരുന്നതാണ് ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ. അപ്പോൾ മാക്സിമം ഫോമുലാസ് ഒക്കെ പഠിച്ച് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്ന കൂടി ഒന്ന് പഠിച്ച് നോക്കണം. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.